ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആംഗ്ലോ അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ വളരെ നിർണായകമായ എല്ലാവർക്കും തന്നെ കൺഫ്യൂഷൻസ് തരുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടു മുമ്പ് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുക. നമുക്കറിയാം, പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് മുമ്പ്, പ്രീ പെയ്ഡ് മുൻകൂട്ടി പേ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ പ്രീ പൊസിഷൻ സ്ഥാനം. ഓക്കെ, പ്രീ പൊസിഷൻ സ്ഥാനത്തിന് മുമ്പ് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഏറെക്കുറെ 7ഓളം പ്രിപ്പോസിഷൻസ് ആണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. പക്ഷേ അതിൽ കുറേ എണ്ണം നമുക്കറിയാം. ഇൻ ബിറ്റ്വീൻ, എഹെഡ് ഓഫ്, ബിഹൈൻഡ് ഓഫ്, അസൈഡ്, ഇൻസൈഡ്, ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം. ബിലോ, എബവ്, ഇങ്ങനെ കുറേ പ്രിപ്പോസിഷൻസ് നമുക്കത് അർത്ഥം അറിയുന്നതാണ്. എന്നാൽ നമുക്ക് ഒരേ പ്രിപ്പോസിഷൻ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അറ്റ്, ഓണ്, ഇന്ന്, ഓഫ്, ബൈ, ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് പല അർത്ഥം കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നല്ല കൺഫ്യൂഷൻ നമുക്ക് വരാം. ഇപ്പോൾ നമുക്കറിയാം, നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറിന് പോലും ഈ പ്രിപ്പോസിഷൻസ് കറക്റ്റ് ഉപയോഗിക്കുന്നതിൽ അത്ര പാണ്ഡിത്യമില്ലായിരുന്നു എന്നാണ് ഈ ഇംഗ്ലീഷ് ഓതേഴ്സൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ അത്ര വലിയ സംഭവമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചത് അവിടെ അറ്റാണോ വേണ്ടത്, ഓണാണോ വേണ്ടത്, ഇന്നാണോ വേണ്ടത്, ഇങ്ങനൊരു സംശയം നമുക്ക് വരാം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടൊരു പ്രിപ്പോസിഷനാണ് ഇൻ. ഇൻ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഉള്ളിൽ എന്ന് തന്നെയാണ്. ഐ ആം ഇൻ ദ ക്ലാസ്, മൈ ഫോൺ ഈസ് ഇൻ ദ ടേബിൾ എന്ന് നമുക്ക് സ്ഥാനത്തിന് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ വർഷത്തിന് ഇന്ന് ഉപയോഗിക്കുക എന്നാൽ ഇതെല്ലാം അതിൻ്റെ ഒരു റാഷണാലിറ്റി, അതിൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അതായത് നമ്മൾ നോക്കും, ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ 47 എന്ന് പറയുന്നത് 12 മാസങ്ങളോളം ഉൾപ്പെടുന്ന വലിയൊരു കാലപരിധിയാണ്. അപ്പോൾ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഇൻ 1947. അപ്പം മാസം, വർഷം, ആഴ്ച, ഇതൊക്കെ പറയുന്നത് നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ മെറ്റ് ഹിം ഇൻ ദ ലാസ്റ്റ് വീക്ക്. ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ചയാണ് പരിചയപ്പെട്ടത്. ഐ മെറ്റ് ഹിം ഇൻ ദ ലാസ്റ്റ് വീക്ക്. അപ്പോൾ എ വീക്ക് കൺസിസ്റ്റ് ഓഫ് 7 days. അപ്പോൾ ആ 7 daysലും 7 ദിവസവും നമ്മൾ ഒരാളെ പരിചയപ്പെടല്ല. ആ കഴിഞ്ഞ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം. അപ്പോൾ ആ ആഴ്ചക്കുള്ളിൽ ഐ മെറ്റ് ഹിം ഇൻ ദ ലാസ്റ്റ് വീക്ക്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മാസം പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം, ഒരു ആഴ്ചയിൽ 7 ദിവസമാണെങ്കിൽ ഒരു മാസത്തിൽ 30, 31, 28 ഒക്കെ ദിവസമാണ് ഒരു മാസത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ ഞാൻ ആംഗ്ലോ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് കഴിഞ്ഞ ജൂണിലാണ് എന്ന് പറയണമെങ്കിൽ ഐ ജോയിൻഡ് അറ്റ് ആംഗ്ലോ അക്കാഡമി ഇൻ ദ ലാസ്റ്റ് ജൂൺ. അതേപോലെ തന്നെ ഇറ്റ് റെയിൻസ് ഇൻ കേരള ഇൻ ജൂൺ. ജൂണിൽ കേരളത്തിൽ മഴ പെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് എന്നാണ് പറയുക. അപ്പോൾ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോർണിംഗിൽ 6 o'clock മോർണിംഗ് ആണ്, 6:30 മോർണിംഗ് ആണ്, 5:45 മോർണിംഗ് ആണ്, 6:15, 6:15, 6:45, ഇതൊക്കെ വരുന്നത് 7:15, 8:15, ഇതൊക്കെ വരുന്നത് മോർണിംഗ് തന്നെയാണ്. അപ്പം നമ്മൾ മോർണിംഗ് എന്ന് പറഞ്ഞാൽ കുറേ സമയങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാലപരിധിയാണ് മോർണിംഗ്. അതുകൊണ്ട് നമ്മളവിടെ ഇൻ ഉപയോഗിക്കുന്നു. ഇൻ ദ മോർണിംഗ്, ദെൻ ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഈ തരത്തിൽ നമ്മൾ ഇന്ന് നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഇനി നോക്കൂ, പ്ലേസസ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വേർ ഈസ് ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ എന്ന് ചോദിക്കുമ്പം ഇറ്റ് ഈസ് ഇൻ കേരള. അത് കേരളം എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ ഉള്ളിൽ എന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റേറ്റ്സ്, കൺട്രീസ്, ഡിസ്ട്രിക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രദേശം, സിറ്റീസ്, ഇതിനൊക്കെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. വേർ ഈസ് ബേക്കൽ ഫോർട്ട്? ബേക്കൽ ഫോർട്ട് ഈസ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്. This Ranipuram is not in Karnataka but in Kerala. Ranipuram is not in Karnataka but in Kerala. അപ്പോൾ കർണാടക സംസ്ഥാനമാണ്, കേരള സംസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഇന്നിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓഫ്, അറ്റ്, അതേപോലെ തന്നെ ബൈ തുടങ്ങിയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുക. അപ്പോൾ ഈ
ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.